കോട്ടയം കാണക്കാരിയിൽ ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിർണായക തെളിവ് കണ്ടെത്തി പോലീസ്. കൊല്ലപ്പെട്ട ജെസ്സിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തി. MG യൂണിവേഴ്സിറ്റിയിലെ കുളത്തിൽ നിന്നാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയത്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. ടോബി, നിർണായകമായ തെളിവാണല്ലോ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, അല്പസമയം മുമ്പാണ് ഈ മൊബൈൽ ഫോൺ ഈ MG യൂണിവേഴ്സിറ്റിയുടെ സമീപത്തുള്ള കുളത്തിൽ നിന്നും MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിലാണ് ഈ കുളമുള്ളത്. അവിടെ നിന്നും ലഭിച്ചത് രാവിലെ 10:30 തന്നെ ഈ തിരച്ചിൽ സംഘം, പ്രത്യേക സ്കൂബ സംഘം എത്തി അവിടെ ആഴത്തിൽ പരിശോധിച്ചു, വെള്ളത്തിനടിയിൽ പോയി പരിശോധിച്ചു. ആ പരിശോധനയ്ക്കൊടുവിലാണ് ഇപ്പോൾ ഈ മൊബൈൽ ഫോൺ കിട്ടിയിരിക്കുന്നത്. ഇത് ആരുടേതാണെന്ന് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 2 മൊബൈൽ ഫോൺ, ഈ 2 പേരുടെയും, അതായത് സാമിന്റെയും ജെസ്സിയുടെയും മൊബൈൽ ഫോൺ അവിടെ തന്നെ ഉപേക്ഷിച്ചു എന്നുള്ളൊരു വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ മൊബൈൽ ഫോൺ അവിടെ നിന്ന് കിട്ടുമോ എന്നുള്ളൊരു പരിശോധന കൂടി നടത്തുന്നുണ്ട്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഈ മൊബൈൽ ഫോൺ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ മൃതദേഹം ഉപേക്ഷിച്ച ടവറിന് കീഴിൽ, അതായത് തൊടുപുഴയിലെ ടവറിന് കീഴിൽ വരെ ഈ ഫോൺ ഓൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം തിരിച്ച് കോട്ടയത്തേക്ക് വന്ന് കോട്ടയത്ത് പോയി കാർ ഉപേക്ഷിച്ചതിന് ശേഷമാണ് ഈ മൊബൈൽ ഉപേക്ഷിക്കാൻ MG യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു തെളിവായി തന്നെയാണ്, എവിഡൻസ് ആയി തന്നെയാണ് പോലീസ് കാണുന്നത്. എന്തായാലും ഒരു മൊബൈൽ ഫോൺ കിട്ടിയത് പോലീസിനൊരു ആശ്വാസമാണ്. ബാക്കിയുള്ള റിക്കവറി ഇന്നലെയും മിനിഞ്ഞാന്നുമായി തെളിവെടുപ്പിൽ നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും ലഭിച്ചിരുന്നു. ഒന്ന് ആ പെപ്പർ സ്പ്രേ ആണ്, അതുപോലെ തന്നെ കൊലപാതകത്തിന് ഉപയോഗിച്ച വാഹനം തുടങ്ങിയവയെല്ലാം തന്നെ കണ്ടെടുക്കാൻ സാധിച്ചിരുന്നു. ഇനി കണ്ടെടുക്കാനുള്ള ഒരു തോർത്താണ്, അത് കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നാണ് പോലീസിനോട് ഈ സാം പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതും കൂടി കണ്ടെത്തേണ്ട ആവശ്യമുണ്ട്. 5 ദിവസത്തെ കസ്റ്റഡിയാണുള്ളത്, അത് നാളെ കഴിഞ്ഞ് അവസാനിക്കും. അതിനു മുമ്പ് തന്നെ ഈ തെളിവുകൾ കൂടി ശേഖരിച്ചതിന് ശേഷം കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ടോബി, എന്തായാലും ഈ നിർണായകമായ പല തെളിവുകളും ലഭിച്ചു. ഇനിയിപ്പോൾ ഒരു വസ്തു കൂടി മാത്രമേ ലഭിക്കാനുള്ളൂ. ഏത് രീതിയിലായിരിക്കും ഇനി ഈ കേസിന്റെ ഒരു അന്വേഷണം മുന്നോട്ട് പോവുക? പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കുറ്റം പ്രതി സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഒരു കുറ്റബോധവുമില്ലാതെ, അതായത് തനിക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങളിൽ നിന്നാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് കടന്നത് എന്നാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പോലീസിന് ആവശ്യമുണ്ട്. ഇപ്പോഴും പോലീസ് ഈ കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാരണം മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു കൊലപാതകമാണോ എന്നുള്ളൊരു സംശയം പോലീസിന് ഇപ്പോഴുമുണ്ട്. ആ സമയത്തുണ്ടായ ഒരു പ്രൊവോക്കേഷന്റെ പുറത്തുണ്ടായ കൊലപാതകമെന്നാണ് പ്രതി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അങ്ങനെയല്ല, അതിനപ്പുറത്ത് തന്നെ മറ്റു ചില പ്ലാനിങ്ങുകൾ കൂടി നടത്തിയിട്ടുണ്ട് എന്ന് പോലീസിന് സംശയമുണ്ട്. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൊബൈൽ ഫോൺ, ഈ സാമിന്റെ പ്രതിയുടെ മൊബൈൽ ഫോൺ അന്നേ ദിവസം രാവിലെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച നിലയിലായിരുന്നു. അതെന്തിനെന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായിട്ടും പോലീസ് ചോദിക്കുന്നത്. രണ്ടാമത്, ഈ മൃതദേഹം ഉപേക്ഷിക്കാൻ പോയ സ്ഥലത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സാം എത്തി അവിടുത്തെ ചിത്രങ്ങളടക്കം എടുത്തിട്ടുണ്ട്. അതും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്ലാനിങ് മുൻകൂട്ടി നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം പോലീസിനുണ്ട്. എന്തായാലും ഈ വിഷയത്തിലൊക്കെ ഒരു വ്യക്തത വരുത്താനാണ് ഇപ്പോഴത്തെ ഈ തെളിവെടുപ്പ് നടത്തുന്നത് പോലീസ്. കൂടുതൽ ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കി. ജെസ്സി കൊലപാതകത്തിൽ നിർണായകമായ ഒരു തെളിവ് ലഭിച്ചു. അത് ജെസ്സിയുടെ മൊബൈൽ ഫോണാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.